സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളമെന്നാക്കി മാറ്റാനുള്ള കേരള നിയമസഭയുടെ തീരുമാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കേരളത്തിന്റെ ഈ സുപ്രധാന നീക്കത്തെ അഭിനന്ദിച്ച മമത പശ്ചിമ ബംഗാളിന്റെ പേര് ബംഗ്ല എന്നാക്കി മാറ്റാനുള്ള തങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്ന കാര്യവും വീണ്ടും ഓർമ്മിപ്പിച്ചു. സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കാനുള്ള അവകാശം ഫെഡറൽ സംവിധാനത്തിൽ അനിവാര്യമാണെന്ന് അവർ വ്യക്തമാക്കി. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി സംസ്ഥാനത്തിന്റെ പേര് എല്ലാ ഭാഷകളിലും കേരളമെന്നാക്കി മാറ്റണമെന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇത് ഐക്യകണ്ഠേന പാസാക്കിയതിനെ തുടർന്നാണ് മമതാ ബാനർജിയുടെ പ്രതികരണമുണ്ടായത്. സമാനമായ രീതിയിൽ പശ്ചിമ ബംഗാളിന്റെ പേര് മാറ്റുന്നതിനായി 2018 തന്നെ ബംഗാൾ നിയമസഭ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നതാണെന്ന് മമത ചൂണ്ടിക്കാട്ടി. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ ഇതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ പേര് ബംഗ്ല എന്നാക്കി മാറ്റുന്നതിലൂടെ പ്രാദേശിക ഭാഷയുടെയും സംസ്കാരത്തിന്റെയും തനിമ നിലനിർത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മമത പറഞ്ഞു. ഇംഗ്ലീഷിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും ഒരേപോലെ ബംഗ്ല എന്ന് വിളിക്കപ്പെടണമെന്നാണ് ബംഗാൾ സർക്കാരിന്റെ ആവശ്യം. നിലവിൽ അക്ഷരമാല ക്രമത്തിൽ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി വരുന്ന പശ്ചിമ ബംഗാളിന് പേരുമാറ്റത്തിലൂടെ പട്ടികയിൽ മുന്നിലെത്താൻ സാധിക്കുമെന്നും ഇത് ഭരണപരമായ കാര്യങ്ങളിൽ ഗുണകരമാകുമെന്നും മുൻപ് ചർച്ചകൾ വന്നിരുന്നു. കേരളത്തിന്റെ തീരുമാനത്തിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും തങ്ങളുടെ വ്യക്തിത്വം നിലനിർത്താൻ കേരളം നടത്തുന്ന ശ്രമങ്ങൾ മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. ഫെഡറൽ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ ഇത്തരം ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗാളിന്റെ പുനർനാമകരണ ചർച്ചകൾക്ക് ദേശീയ തലത്തിൽ പുതിയ ഊർജം കൈവന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടുണ്ടാകുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.